ഈ പത്രസമ്മേളനത്തിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്നവരെ പരിചയപ്പെടുത്താം. ഞാൻ രേഖാ വരമുദ്ര, ഭാരതത്തിലെ ഏറ്റവും വലിയ സ്വദേശി പ്രസ്ഥാനമായ സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ കേരള സംസ്ഥാന വനിതാ വിഭാഗത്തിൻ്റെ ചുമതലക്കാരിയാണ്. എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അരനൂറ്റാണ്ടിലേറെയായി കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ ക്രിയാത്മകമായ ഇടപെടലുകളും സംവാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള സിറ്റിസൺ ഫോറത്തിൻ്റെ വൈസ് പ്രസിഡന്റും വനിതാ വിഭാഗം ചുമതലക്കാരിയുമായ ശ്രീമതി സാബിറ, പരാതിക്കാര് എന്ന് നമുക്ക് വിളിക്കാവുന്ന നീതി തേടി വർഷങ്ങളായി അലയുന്ന ദമ്പതികൾ ശ്രീമതി പുഷ്പാവതി പ്രഭാകരൻ, ആൾക്ക് 74 വയസ്സുണ്ട്. നമ്മൾ ഓർക്കും കറുത്ത മുടിയാണല്ലോ, പ്രായം ഇത്രയുണ്ടോ എന്ന്. അതിൻ്റെ കാരണം ചേച്ചി ഇവിടെ വിശദീകരിക്കും, എന്തുകൊണ്ട് ഈ കറുത്ത തലമുടി വെച്ച് അവർക്ക് ജീവിക്കേണ്ടി വരുന്നു എന്ന്. അവരുടെ ഭർത്താവ് ശ്രീ മുണ്ടക്കൽ പ്രഭാകരൻ, അദ്ദേഹത്തിന് 80 വയസ്സുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് നീതിയുടെ വാതിലുകൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന അവർ പൊതുജനങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും പിന്തുണ തേടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ തന്നെ വിശദീകരിക്കട്ടെ. എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിവിടെ നീതി തേടിയാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. സ്വന്തം ഒരു മകനും ഒരു മകളും ഉള്ളൂ ഞങ്ങൾക്ക്. മകൻ ഞങ്ങൾ നല്ലപോലെ സംരക്ഷിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് അച്ഛനെ സ്വാധീനിച്ച് അച്ഛനോട് മുതലെല്ലാം എഴുതി വാങ്ങിച്ചു അവൻ. പക്ഷെ 2020 മുതലെല്ലാം എഴുതി വാങ്ങിച്ചു. പക്ഷെ ഞങ്ങളിന്ന് 10 വർഷം അതിൻ്റെ ഉള്ളിൽ, ആ വീടിൻ്റെ ഉള്ളിൽ കിടന്നങ്ങാണ്ട് അനുഭവിച്ച വേദനകൾ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സ്വർണം വിറ്റ് പണിത വീടാണ്. ആ വീട്ടിൽ ഞങ്ങൾ സ്വസ്ഥമായി താമസിക്കാനായിട്ട് ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നില്ല. ഇപ്പോൾ 2022 അച്ഛന് ചെവി കേൾവി കുറവാണ്. അതുകൊണ്ട് അച്ഛനെ സ്വാധീനിച്ചുള്ള മുതലെല്ലാം എഴുതി വാങ്ങിച്ചു ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ വാടക വീട് തേടി. വാടക വീട്ടിൽ ഞാൻ ഹോം നേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടാണ് വാടക കൊടുക്കുന്നതും വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. 2 പേർക്കും വേണ്ടത്ര അസുഖങ്ങളും ഉള്ളത് കൊണ്ടാണ് മരുന്ന് വാങ്ങിക്കണം, വാടക കൊടുക്കണം, നിത്യവൃത്തി എല്ലാം കഴിയണം. ഹോം നേഴ്സിൻ്റെ വർക്ക് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നടക്കുന്നത് 74 വയസ്സായി ഞാനാണ്. പക്ഷെ ഹോം നേഴ്സിൻ്റെ വർക്കിന് ഇറങ്ങുമ്പോൾ തലമുടി നരച്ചത് കാണുന്നത് കൊണ്ട് എല്ലാവരും ഞങ്ങളെ ജോലിയിൽ വിളിക്കുന്നില്ല. അതുകൊണ്ട് ഏജൻസി മുഖേന അവർ പറഞ്ഞു, ചേച്ചി ഡൈ ചെയ്ത ചേച്ചിക്ക് വയസ്സ് കുറച്ച് കാണിക്കണം മതി. ഞങ്ങളുടെ ആധാർ വീട്ടുകാർ ചോദിക്കുമ്പോൾ ഏജൻസി പറയും ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, കാരണം ആധാറിൽ വയസ്സ് കണ്ട വീട്ടുകാർ ഞങ്ങളെ ജോലിക്ക് എടുക്കില്ല തന്നെ. അതുകൊണ്ടാണ് അവർ തന്നെ പറഞ്ഞു 62 വയസ്സ് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 62 വയസ്സും പറഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറി ജീവിക്കുന്നത്. ഭർത്താവിനും പല അസുഖങ്ങളുള്ള ആളാണ്. ആ ഭർത്താവിൻ്റെ അസുഖത്തിന് മരുന്ന് മോൻ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് 1 രൂപ പോലും ചെലവിനോ വാടക കൊടുക്കാനോ ഒന്നിനോ ഞങ്ങൾക്ക് തരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയാണ് അവൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വയസ്സാം കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് ഞങ്ങൾക്ക് മരിക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഇനിയും ജോലിക്ക് പോകാനും ശാരീരികമായി ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈ ശരീരം തടിയും കണ്ടുകൊണ്ട് കാര്യമില്ല, പല അസുഖങ്ങളായിട്ട് നടക്കുന്ന ഞാനാണ്. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത്, ചേച്ചി എത്ര കാലം ഇങ്ങനെ ഹോം നേഴ്സിൻ്റെ വർക്കിന് ഇറങ്ങി ജീവിക്കാൻ പറ്റും? സ്വന്തമായിട്ട് വീട്ടിൽ ഇറങ്ങി താമസിക്കുക, അവിടെ കിടന്ന് മരിക്കുന്നു. പക്ഷെ അവരുടെ ഇനി തല്ലുകൊള്ളാൻ ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് എത്ര പ്രാവശ്യം ഞങ്ങൾ അടിച്ചിട്ടുണ്ടെന്ന് അറിയാം മകൻ. അതിന് പോലീസ് കേസും എല്ലാതും ഉണ്ടായിട്ടുള്ളതാണ്. ഇനി അവരുടെ കൂടെ ജീവിതം മരണം വരയ്ക്ക് ഞങ്ങൾക്ക് താമസിക്കാൻ ആഗ്രഹമില്ല. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ നീതി നേടി വന്നേക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൽ നീതി കിട്ടും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് ഈ പത്രസമ്മേളനത്തിന് ഞങ്ങൾ വന്നേക്കുന്നത്. ആനന്ദപുരത്ത്. ഈ മക്കള് ഇവരുടെ ഇതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടി ഉണ്ടായിരുന്നില്ല. അതാണ് പറഞ്ഞു വരുന്നത്.
റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഇടപെട്ട് ഇവരുടെ ഭൂമി ഇവർക്കാണ് അവകാശം എന്നുള്ള നിലയിൽ RDOയുടെ ഉത്തരവുണ്ട്. ഈ ഭൂമി ഇവർക്ക് തിരികെ നൽകുന്നതിന്റെ ഉത്തരവ് വന്നിട്ട് വർഷം 6 കഴിഞ്ഞു. ഈ ഓഫീസുകൾ ഓരോന്നും RDO ഓഫീസായാലും രജിസ്ട്രാർ ഓഫീസായാലും വില്ലേജ് ഓഫീസായാലും ഇവർ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇത് കളക്ടർക്ക് കൊടുത്തിരിക്കുന്ന നിവേദനമാണ്. ഞങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ RDOക്ക് കൊടുത്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം RDOനെ വിളിച്ചപ്പോ RDO പറയുന്നത് ഒന്നുകൂടി നിങ്ങൾ അപേക്ഷ തായോ. ഇങ്ങനെ ഓരോ അപേക്ഷകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ യാതൊരുവിധ നടപടിയില്ല. പക്ഷെ ഇപ്പൊ മകന്റെ പേരിൽ 2022 ഈ ഇല്ലാത്ത ഭൂമിക്കാണ് ഇപ്പൊ മകന്റെ പേരിൽ വില്ലേജ് ഓഫീസർ നികുതി അടച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോ അവന്റെ പേരിൽ കൊടുത്തതിന്റെ സൈഡിൽ ഞങ്ങൾക്ക് നികുതി പേന കൊണ്ട് എഴുതി തന്നേക്കുന്നു. അതെ അതെ. സ്വത്ത് അവരുടെ കയ്യിലേക്ക് വന്നാൽ അവർക്ക് അവിടെ താമസിക്കാം. അവരുടേതായ ഭൂമിയാണെന്ന് സർക്കാർ അംഗീകരിച്ചതാണ്. പക്ഷെ അവർക്ക് അകത്തേക്ക് വരാൻ നമ്മളെല്ലാ ഡിപ്പാർട്ട്മെന്റിലും അല്ല, നമ്മൾ കളക്ടറേറ്റിൽ കയറി ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതാണ്. സാമൂഹ്യനീതി വകുപ്പായാലും ജില്ലാ കളക്ടർ ആയാലും എല്ലാവരെയും കണ്ടു. പരാതി പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തഹസീൽദാരോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഇവരുടെ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന്. ഇതെല്ലാ കാര്യങ്ങളും പോയിട്ടുള്ളതാണ്. പക്ഷെ നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. നിയമം എല്ലാ കാരണവശാലും ഇവർക്ക് അനുകൂലമായി വന്നു. പക്ഷെ അത് നടപ്പാക്കേണ്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഇവർക്ക് നേരെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത്. ഇവർക്ക് അടച്ചു കൊടുക്കുന്ന ടാക്സ് എങ്ങനെ മകനെ അടച്ചു കൊടുക്കും? ഇന്നത്തെ കാലത്ത് നമുക്ക്, അതായത് മാതാപിതാക്കൾക്ക് സംഭവിക്കുന്ന വലിയ അബദ്ധങ്ങളാണ് ഇത്. മക്കൾക്ക് എഴുതി കൊടുക്കുക. പക്ഷെ നിയമം നമ്മൾക്കുണ്ട് തിരിച്ചെഴുതി വാങ്ങാം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ മക്കൾക്കെതിരെ ഒരു യുദ്ധമല്ല ഇത് നടത്തുന്നത്. ഈ വൃദ്ധ ദമ്പതികൾക്ക് അവസാന കാലം സ്വന്തം വീട്ടിൽ കിടന്ന് ശ്വാസം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഈ യുദ്ധത്തിൽ ജയിച്ചാലും എത്ര കാലം? 81 വയസ്സുള്ള ഒരു വൃദ്ധനാണ് ഇരിക്കുന്നത്. മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ സാമൂഹ്യ നീതിക്ക് കൊടുത്തിട്ട് പോലും അവർ ഇടപെടുകയോ കാണാതിരിക്കുകയോ ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് ഒരുവിധം കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ കൂടി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് അധികാരികളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത് തന്നെ. ഓരോ ഓഫീസറും വർഷങ്ങളായിട്ട് കയറി ഇറങ്ങുന്നതിന് നമുക്ക് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവസാന ഘട്ടത്തിൽ ഇങ്ങനെ തീരുമാനം എടുത്തത്. അപ്പൊ നിങ്ങളിലാണ് ഇപ്പൊ ഇവരുടെ വിശ്വാസവും പ്രതീക്ഷയും ഉള്ളത്. അതെ, തീർച്ചയായും ഞങ്ങൾ RDO ഓഫീസിലേക്ക് ചെയ്ത് തന്നെ പോകും. കാരണം ഒരു ദിവസമെങ്കിലും മുമ്പ് ഇത് ക്ലിയർ ചെയ്ത് അവരവിടെ കയറ്റി താമസിക്കും. ഞങ്ങൾക്കൊക്കെ ബാലൻസ് ഉള്ളത് തന്നെയാണ്. നാളെ നമ്മൾക്കും ഇത് സംഭവിച്ചുകൂടായില്ല. നമ്മൾ എത്ര ലാളിച്ചു വളർത്തിയ മക്കൾ എന്ന് പറഞ്ഞാലും ഇതുപോലുള്ള അബദ്ധങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ അടുത്ത ദിവസവും പേപ്പറിലുള്ളത് കാണുകയും ചെയ്തു. അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങളുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഇത് ജനമധ്യത്തിൽ വന്നാൽ ഉറപ്പായിട്ടും ഇതിനൊരു പരിഹാരം ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. ഇത് കേവലം ഈ ഒരു ദമ്പതികളുടെ പ്രശ്നം മാത്രമല്ല, ഇതുപോലെ അനുഭവിക്കുന്ന ഒരു ഡസനിന്മേൽ ദമ്പതികളുണ്ട്. ഇതുപോലെ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് സ്വത്തുവകകൾ എഴുതി കൊടുത്ത് തെരുവിലാക്കപ്പെട്ടവര്. ഇവരിപ്പോൾ ജോലി ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ
കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്നത്. അവരെ പോലുള്ളവർക്ക് അതും കൂടി പറ്റുന്നില്ല. അത്തരം ആളുകൾക്കും കൂടി വേണ്ടിയിട്ടുള്ള പോരാട്ടമാണിത്. ഇവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത്. അതുകൊണ്ടാണ് സ്വദേശി ജാഗരൺ മഞ്ചും കേരള സിറ്റിസൺ ഫോറം പോലുള്ള സംഘടനകൾ ഐക്യദാർഢ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. മകള് കല്യാണം കഴിച്ചു മകളുടെ വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടില്. മകള് സംസാരിക്കും. മകള് അതിലപ്പുറം എൻ്റെ ഈ ജോലി ചെയ്ത് എൻ്റെ ഇന്ന് വല്ല കാശുണ്ടെന്നുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകും. തരലില്ല. അതും അങ്ങനെ തന്നെയാണ്. അവൾക്കും സാമ്പത്തികമൊക്കെ ഉണ്ട്. ഭർത്താവ് ഗൾഫിലാണ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ 6 ലക്ഷം രൂപ കൊടുത്തു. അപ്പൊ അവള് ആങ്ങളും പെങ്ങളും ഒരു ഇതായി. ഞങ്ങളോട് സംസാരിക്കും. മകള് വിളിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു കാര്യം ചെയ്തു തരില്ല എന്നുള്ളതാണ്. മോളുടെ വീട്ടിലേക്ക് ആദ്യം എന്താ പറയാ, എൻ്റെ കാല് 2 ഒടിക്കലൊടിഞ്ഞതാ. ഒരു തവണ മോളുടെ വീട്ടിൽ ചെന്ന് അവിടെ 15 ദിവസം നിന്നപ്പോഴേക്കും അവളുടെ ഭാവം മാറി. അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആങ്ങളയുടെ ഭാര്യനെ വിളിച്ചു. ചേച്ചിക്ക് അങ്ങോട്ട് വരണം എന്നും പറഞ്ഞിട്ട്. ഞാൻ അവിടെ വീട്ടിൽ നിന്ന് മരുമകള് ഞങ്ങൾ ആട്ടി ഇറക്കി വിട്ടപ്പോൾ മരുമകള് ഞാൻ എൻ്റെ വീട്ടിലാണ് പോയി 6 മാസം നിന്നു. ഈ അച്ഛൻ 2.5 മാസം മകൻ്റെ വീട്ടിൽ നിന്ന് മകൻ്റെ കൂടെ നിന്നു. ഈ മനുഷ്യന് ഭക്ഷണം കൊടുത്തിരുന്നില്ല. 2.5 മാസം ഈ മനുഷ്യൻ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു. വൈകിട്ട് 2 ചപ്പാത്തി വാങ്ങിച്ചാൽ കഴിച്ചിരുന്നു. അങ്ങനെ അച്ഛൻ മോളുടെ വീട്ടിൽ പോയി. മോളുടെ വീട്ടിൽ പോയി 1 മാസം നിന്നപ്പോഴേക്കും മോൾക്ക് നാണക്കേട്. അച്ഛൻ വന്ന ചിലവ് കൂടുതലാണ്. കാരണം അച്ഛന് ഇടയ്ക്കിട്ട് ചായ വേണം, ചൂടുള്ള ഭക്ഷണം വേണം, ചപ്പാത്തി വേണം വൈകിട്ട്. ഇത് പറയാൻ കൊള്ളില്ല നമ്മൾക്ക്. പക്ഷെ എന്താ സങ്കടമാണ്. എങ്ങനെയാ അവരെ നോക്കി വളർത്തിയെന്നുള്ളത് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അത്ര പാലും കോഴിമട്ടൻ തന്നെ കൊടുത്ത് വളർത്തിയ മക്കളാണ്. എൻ്റെ വീട്ടിൽ സാമ്പത്തികം ഉള്ളത് കൊണ്ട് അവരെനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു. അച്ഛൻ പെട്ടെന്ന് തന്നെ അറ്റാക്കായി മരിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഈ ദോഷം വന്നത്. എന്നാലും എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നു. പശുവിനെ വാടകയ്ക്ക് ഇപ്പൊ ഞങ്ങളൊരു അറിവുള്ള 8,000 രൂപ വരെ വീട് കിട്ടാനില്ല. ഒരു വീട്ടിൽ 8,000 രൂപയ്ക്ക് പോയി വാടകയ്ക്ക് താമസിച്ചു. പക്ഷെ അവിടെ 15 ദിവസം താമസിക്കാൻ വേണ്ടി ആള് വീണ് കാലിൻ്റെ ഇടുപ്പല്ല് പൊട്ടി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാല് പൊട്ടി പഴുത്ത് 1 ലക്ഷം രൂപയാണ് എനിക്ക് ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചെലവായത് ഈ ആൾക്ക് വേണ്ടിയിട്ട്. മകൻ വന്നു അച്ഛനെ കാണാൻ. കാരണം അച്ഛനിപ്പം മരിക്കുന്നുള്ള കണ്ടീഷനിലാണ് അവൻ വന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഈ ജോലി ചെയ്ത് ഇത്തിരി പൈസ സ്വരുക്കൂട്ടിയത് ഞാൻ ഇയാൾക്ക് വേണ്ടി ചെലവ് ചെയ്യേണ്ടി വന്നു. മകള് വന്നു. പക്ഷെ അവള് വരുമ്പോൾ അവൾക്ക് പെട്രോൾ അടിക്കാൻ കാശ് ഞാൻ കൊടുക്കണം. അങ്ങനത്തേനും മകള്. അപ്പോൾ പിന്നെ അവരൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. വയസ്സാം കാലത്ത് വീട്ടിൽ കയറി അവിടെ കിടന്ന് മരിച്ചാലും, കാരണം ഇനി ജോലിക്ക് പോകാൻ വയ്യ. 2 പേർക്കും പെൻഷൻ ഉള്ളതുകൊണ്ട് വാടക കൊടുക്കണ്ടല്ലോ. സ്വന്തം വീട്ടിൽ കയറിയാൽ ആ ഒരു എന്താ പറയുക ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. സ്ഥലത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ചെന്നാൽ അവിടെ തെങ്ങും നാളികേരം ജാതിമരം. പക്ഷെ ഇപ്പം വീട്ടിലെ മരങ്ങളെല്ലാം മുറിച്ച് വിറ്റു എന്ന് ഞങ്ങൾ അറിഞ്ഞത്. അവര് എനിക്ക് 2 പശു ഉണ്ടായിരുന്നു. എനിക്ക് കറക്കാൻ വയ്യാണ്ടായപ്പോൾ ഞാൻ അതിനെ വിറ്റ് ബാങ്കിലിടാം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിനെ നോക്കി. ഇപ്പം ആ പശുവിനെ 2 വിറ്റ് അവൻ പൈസ എടുത്തു. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്ന പശു. കാരണം ഞങ്ങൾ പുറത്തുനിന്ന് എൻ്റെ വീട്ടിൽ സാമ്പത്തികം ഇന്നും അവർക്ക് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ എന്നെ എത്ര കാലം നോക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ആഗ്രഹമില്ല. കാരണം അവർക്കും കല്യാണം കഴിച്ചു മക്കളായി. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർക്കതൊരു ബാധ്യതയാണ്. പക്ഷെ അവർക്ക് ബാധ്യത തോന്നുന്നില്ല. അവർ പറഞ്ഞു ചേച്ചിയുടെ മുതലല്ലേ പോയുള്ളൂ, ചേച്ചിനെ ഞങ്ങൾക്ക് കളയാൻ പറ്റില്ല, ചേച്ചിയുടെ ജീവിത അവസാനം വരും ജീവിച്ചോളാം. പക്ഷെ ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരു വാടക വീടെടുത്ത് താമസിച്ചു. ഇപ്പം ആനന്ദപുരത്ത് ഹെൽത്ത് സെൻ്ററിൻ്റെ വീടിനൊരു പനമ്പള്ളി എന്നാർന്ന് പറയും. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. അത് ഞങ്ങൾക്കൊരു പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് 5,500 രൂപ വാങ്ങിക്കുന്നത്. പക്ഷെ അതിലും മുന്നേ താമസിച്ചവരെ ഇന്ന് അവർ 7,500 രൂപ വാങ്ങിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ അറിയുന്നത് കൊണ്ട് അവർ പറഞ്ഞു ചേച്ചിയുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം, ചേച്ചി ഇങ്ങനെ ജോലിക്ക് പോകേണ്ട ആളല്ല, അതുകൊണ്ട് ചേച്ചി ഇത്രയ്ക്ക് തന്നാൽ മതി എന്ന് പറയും. ഇപ്പോൾ നാളെ 12-ാം തീയതി വാടക കൊടുക്കേണ്ട ദിവസമാണ്. അപ്പം ഞാൻ ജോലി സ്ഥലത്തായിരുന്നു കൊടുങ്ങല്ലൂർ. അവിടെ നിന്ന് എൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്നേക്ക് 20 ദിവസമായിട്ടുള്ളൂ. അവിടെ നിന്നാണ് ഞാൻ ജോലി സ്ഥലത്തു നിന്നാണ് ഞാൻ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പം അത്രത്തുള്ള വിഷമഘട്ടത്തിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊരു അദാലത്ത് വയ്ക്കുന്നുണ്ട്. ഒരു 4 അദാലത്ത് വെച്ചിട്ട് ഞങ്ങൾ ഹാജരായി.
ഈ പ്രദീപ് കുമാർ ഹാജരായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ എത്ര അദാലത്ത് അവിടെ വെച്ചു? ഞങ്ങൾ വന്ന് ഈ പട്ടി ചന്തയ്ക്ക് കിടക്കുന്ന മാതിരി ഞങ്ങൾ വരുന്നുണ്ട്, എന്തുകൊണ്ട് അവനെ വരുത്തിയില്ല നിങ്ങൾ? അപ്പൊ ഇനി ഞങ്ങൾ അദാലത്തിൽ ഞങ്ങൾക്ക് മകനാണ് ഇനി ഞങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ചിങ്ങം വന്നു ഞങ്ങള് ഒന്നില്ലെങ്കിൽ വില്ലേജ് ഓഫീസിലേക്ക് താമസം മാറ്റും, അല്ലെങ്കിൽ RD ഓഫീസിലേക്ക്. ഇത് ഉറപ്പാണ് ഞങ്ങൾ എന്തായാലും. ഇനിയിപ്പോ നാണം കെടാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല. അതിനുള്ളൊരു ഇത് മുൻകരുതലോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വന്നേക്കുന്നത്. വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ കൈമലത്ത് ചെയ്യുന്നു. ഞാനൊരു ദിവസം ചോദ്യം ചെയ്തു, ഇല്ലാത്ത ഭൂമിക്ക് നിങ്ങൾ നികുതി അടച്ചു കൊടുക്കുന്നുണ്ട്. ഈ മകന്റെ പേരിൽ കൊടുത്ത ഭൂമി RD ഓഫീസർ റദ്ദ് ചെയ്തു 2022. ഇപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ച വരയ്ക്കും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പ്രദീപിന്റെ പേരിൽ നികുതി അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇല്ലാത്ത ഭൂമിക്ക് നിങ്ങൾ എന്തുകൊണ്ട് നികുതി അടച്ചു? അപ്പൊ ഇവര് ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ പേരിലേക്ക് കിട്ടിയ സാധനമാണ്. അതിന് വീണ്ടും ഇവരുടെ പേരിൽ ടാക്സ് അടച്ചു കൊടുക്കാതെ ആ മകന്റെ പേരിലാണ് ഇപ്പോഴും വില്ലേജ് ഓഫീസിന് ടാക്സ് അടച്ചു കൊടുക്കുന്നത്. അതാണ് ഇല്ലാത്ത ഭൂമി അവർ ഉദ്ദേശിച്ചത്. ഉടമസ്ഥാവകാശം റദ്ദ് ചെയ്താണ് മകന്റെ പേരിലുള്ളത്, എന്നിട്ടും അയാളുടെ പേരിൽ തന്നെ നികുതി അടയ്ക്കുന്നു. ഇനി അവന്റെ കൂടെ താമസിക്കാമല്ല. കാരണം പല പ്രാവശ്യം എത്ര പ്രാവശ്യം അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി ഈ കണ്ണൊക്കെ ഇത്രയായിട്ട് മകനെന്താ വെച്ചാൽ അടിക്കാൻ കാരണം വേറെ ഒന്നല്ല, ഞാനാണ് അവന്റെ പേരിലേക്ക് ഭൂമി കൊടുക്കാൻ സമ്മതിക്കാത്തതെന്നും പറഞ്ഞിട്ട് അച്ഛന് സമ്മതമാണ്, ഞാനാണ് തടസ്സം എന്നും പറഞ്ഞിട്ടാണ് അവന്റെ ഭാര്യ കഴിവില്ലാത്ത വീട്ടിൽ നിന്ന് പഠിപ്പ് നോക്കി കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ. ഞാൻ മരുമകളെ കുറ്റം പറയില്ല, കാരണം മകൻ സ്റ്റഡി ആയിട്ട് നിന്നെങ്കിലാണ് അവനെ നോക്കി വളർത്തിയ കാര്യം അവനറിയാം, മരുമകൾക്ക് അറിയില്ല. അപ്പൊ അവനാണ് പറയേണ്ടത്. അപ്പൊ ഇവള് ആദ്യം ഇവരെന്ത് ചെയ്ത് കിട്ടാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്ത് നടന്നിരുന്നു. പക്ഷെ അത് കോടതിയെല്ലാം റദ്ദ് ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതില്ലാത്ത കേസാന്ന് അവർക്കറിയാം. അവിടെ നിന്ന് ഞങ്ങൾ സ്വർണം ചോദിക്കല്ല, 30 പവൻ്റെ അവളുടെ വായുകൊണ്ട് തന്നെ പറഞ്ഞു 30 പവൻ സ്വർണം കിട്ടിയെന്ന്. പക്ഷെ കേസ് ഫയൽ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ പേരിലുള്ള ആധാരം അല്ല ഭൂമി അവളെ കൊണ്ട് എന്താ പറയുക സ്റ്റേ കൊടുപ്പിച്ചു. എന്നിട്ട് 110 പവന് 5 ലക്ഷം രൂപ സ്ത്രീധനം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. ഈ ആൾക്ക് ചെവി കേൾക്കില്ല, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആള് മുഴുവനും കേൾക്കുന്നില്ല. അങ്ങനെ ഞാനാണ് കോടതിയിൽ കയറി സംസാരിച്ചു. അവരുടെ കല്യാണ ഫോട്ടോ കോടതിയിൽ അങ്ങോട്ട് ഹാജരാക്കി. കല്യാണ ഫോട്ടോ കിട്ടിയപ്പോൾ രജിസ്റ്റർ ജഡ്ജിക്ക് മനസ്സിലായി ഇത് കളവാന്നുള്ളത്. ലാസ്റ്റ് ജഡ്ജി അവളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 110 പവൻ്റെ സ്വർണ്ണക്കടയിലത്തെ ബില്ലും കൊണ്ടുവരണം, കുട്ടിയുടെ അച്ഛനെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കന്ന് വരാൻ പറ്റില്ല, PSCയുടെ പരീക്ഷയാന്ന് പറഞ്ഞു. എന്നാൽ കുട്ടിയുടെ ഡേറ്റ് പറയാൻ പറഞ്ഞു. ഈ സ്വർണ്ണം സ്വർണത്തിന് എല്ലാവരും സ്വർണ്ണക്കടയിൽ നിന്ന് ബില്ല്. പക്ഷെ അവൻ കള്ളത്തരത്തിൽ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ബില്ല്, അവൻ്റെ വീട്ടിൽ അവൻ്റെ കയ്യിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിന്റിങ് മെഷീനൊക്കെ ഉള്ളതാ. അച്ഛനാണ് അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയത്. ഈ ഭൂമി അവന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്ത് കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിലും അവൻ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി അവൻ്റെ അടി കൊള്ളാൻ പറ്റില്ല. അടിച്ച് ആസ്പത്രിയിൽ ചെന്നപ്പോൾ ആസ്പത്രിക്കാരാണ് പുതുക്കാട് സ്റ്റേഷനിലേക്ക് കേസ് ഫയൽ ചെയ്തത്. ആ കേസും കൂടി ഉണ്ടായിരുന്നു കോടതിയിൽ. പക്ഷെ അതൊക്കെ പിന്നെ ഇവൻ ഇത് പുനർനടപടികൾ നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് ആധാരം റദ്ദായപ്പോൾ അവൻ ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതിയിലത്തെ കേസ് അവൻ കൊടുത്തത് 15 ദിവസം നിന്നുള്ളൂ. ഈ RD ഓഫീസിൽ നിന്ന് പറയുന്നത് കേസ് ഉണ്ട് എന്നാ പറയുന്നത്. പക്ഷെ അവർ നോക്കിയപ്പോൾ കേസൊന്നുമില്ല. ഹൈക്കോടതിയിൽ നിന്ന് ഇത് വന്നു, കേസൊന്നുമില്ല. ഇത് നിങ്ങളിട്ട് വട്ടം തിരിക്കാൻ വേണ്ടിയിട്ട് RD ഓഫീസിൽ നിന്നും എല്ലാത്തിനും കൂടി അവർ ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി അതിന് നടപടി കിട്ടില്ല. ഞാൻ തുറന്ന് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ RD ഓഫീസിൽ അല്ലെങ്കിൽ വില്ലേജിൽ ഞങ്ങൾ ഇനി താമസിക്കാൻ പോകുന്നു. കാരണം ഇനി വാടക കൊടുക്കാൻ എനിക്ക് വയ്യ. കാരണം എനിക്ക് വയ്യാന്ന് വെച്ചാൽ അത്രയ്ക്കും കാണുന്ന തടിയല്ല എൻ്റെ, എന്തെല്ലാം അസുഖങ്ങൾ എൻ്റെ ശരീരം, ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രഷറും കൊളസ്ട്രോളും. അതുമല്ല പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അങ്ങനത്തെ ഞാനാണ് ഈ ഹോം നേഴ്സിൻ്റെ വർക്കിന് ഇറങ്ങിയിട്ട് ചെയ്യുന്ന വീട്ടുകാരെന്നെ 2 പ്രാവശ്യം കാലൊടിഞ്ഞതാ. ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടുകാരെ എന്നെ ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റില്ല, ചേച്ചി കയറണ്ട, ചേച്ചി നടക്കണ്.